ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, നമ്മുടെ വാഹനത്തിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം തന്നെ. നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ റിന്യൂവൽ ചെയ്യാറുണ്ട്, റിന്യൂവൽ പുതുക്കാറുണ്ട്, അതായത് റീടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ പല ആളുകളും അത്തരത്തിൽ റിന്യൂവൽ ചെയ്യാൻ കൊണ്ടുപോകുന്ന സമയത്ത് റിജക്റ്റ് ചെയ്ത് വിട്ട ഒരുപാട് അനുഭവങ്ങൾ പേഴ്സണലി എനിക്കറിയാവുന്ന ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ് നമ്മൾ റിന്യൂവൽ ചെയ്യേണ്ട സമയത്ത്, നമ്മുടെ വാഹനം റിന്യൂവൽ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെപ്പറ്റി ഈ വീഡിയോയിൽ വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക, എങ്കിലേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോക്കകത്തോട്ട് പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, നമ്മളെല്ലാവരും വാഹനം ഉപയോഗിക്കുന്നവരാണ്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു വാഹനത്തിന് റിന്യൂവൽ അത്യാവശ്യമാണ്. ഇപ്പോൾ പുതിയൊരു വാഹനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ വാഹനത്തിൻ്റെ റീടെസ്റ്റ് കാലാവധി എന്ന് പറയുന്നത് 15 വർഷമാണ്. 15 വർഷം. ഇപ്പം നിങ്ങൾ പുതിയൊരു വാഹനം എടുത്ത് 15 വർഷം കഴിയുമ്പോൾ ആ വാഹനം റീടെസ്റ്റ് ചെയ്യണം. റീടെസ്റ്റ് ചെയ്ത് അടുത്ത 5 വർഷത്തേക്കാണ് നമുക്ക് റീടെസ്റ്റ് ചെയ്ത് കിട്ടുന്നത് വാഹനം. അപ്പം നമ്മൾ ഈ വാഹനം റീടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ റീടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ വാഹനത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. ഇൻഷുറൻസ് പുതുക്കണം, അതേപോലെ തന്നെ പുകയുടെ പേപ്പർ, പൊല്യൂഷൻ പേപ്പർ എടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പേപ്പർ ഭാഗങ്ങൾ നോക്കിയാൽ മതി. പക്ഷേ റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ടാക്സ്, അതേപോലെ ഏകദേശം എല്ലാ വാഹനങ്ങളുടെയും ടാക്സ് റിന്യൂവൽ തീരുന്ന ആ ഒരു സമയത്ത് തന്നെ ആയിരിക്കും തീരുന്നത്. അപ്പം ടാക്സ് എടുക്കണം, ഇൻഷുറൻസ് തീർന്നിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് എടുക്കണം, പൊല്യൂഷൻ തീർന്നിട്ടുണ്ടെങ്കിൽ പൊല്യൂഷൻ എടുക്കണം. പിന്നെ അതേപോലെ തന്നെ വാഹനങ്ങൾക്ക് എന്തെങ്കിലും തട്ടലോ മുട്ടലോ പണികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ക്ലിയർ ചെയ്ത് വേണം നമ്മൾ റീടെസ്റ്റിനായിട്ട് വാഹനം അവിടെ ഹാജരാക്കാൻ. അവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില ആളുകൾ വാഹനം എടുത്തിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചില രൂപമാറ്റങ്ങൾ നമ്മുടെ വാഹനത്തിന് വരുത്തിയിട്ടുണ്ടാകും. ചിലവർ ആ ഒരു രീതിയിൽ തന്നെ കൊണ്ടുപോയി റീടെസ്റ്റ് ആകുന്ന സമയത്ത് റീടെസ്റ്റിന് വേണ്ടി കൊണ്ട് ചെല്ലാറുണ്ട്. അപ്പം അത്തരത്തിൽ കൊണ്ട് ചെല്ലുന്ന സമയത്ത് പലതും റിജക്റ്റ് ചെയ്ത് വിടാറുമുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വാഹനം റീടെസ്റ്റ് ചെയ്ത് തരുന്നതല്ലായിരിക്കും, റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മുടെ വാഹനത്തിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ കൂളിംഗ് ഫിലിം നമ്മുടെ ഗ്ലാസുകളിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് അപ്രൂവ് ചെയ്ത് തരുന്നതല്ല. അപ്പോൾ റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ വാഹനത്തിൽ ഒട്ടിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള കൂളിംഗ് ഫിലിമുകൾ റിമൂവ് ചെയ്തതിന് ശേഷം കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം, ചില ആളുകൾ നമ്മുടെ വാഹനത്തിൻ്റെ ടയർ സൈസ് കൂട്ടാറുണ്ട്, അലോയ് വീൽ ഇടാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ അലോയ് വീൽ ഇടുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല. അലോയ് വീൽ ഇട്ട് പോയ വാഹനങ്ങളൊക്കെ റീടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്ന ഇത്തരത്തിലുള്ള വാഹനങ്ങൾ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ റീടെസ്റ്റ് ചെയ്ത് തരുന്നതല്ലായിരിക്കും. അതായത് ടയർ സൈസ് കൂട്ടുന്ന സമയത്തും അലോയ് വീൽ ചെയ്യുന്ന സമയത്തും നമ്മുടെ വാഹനത്തിൻ്റെ ഒരു പൊസിഷനുണ്ട്. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ബോഡിയിൽ നിന്നും വെളിയിലോട്ട് തള്ളി നിൽക്കുന്ന, പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള അലോയ് വീലുകൾ, ടയറുകളാണ് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത്തരത്തിലുള്ള വാഹനങ്ങൾ റീടെസ്റ്റ് ചെയ്ത് തരത്തില്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അലോയ് വീല് ഇടുന്നത് കൊണ്ട് നമുക്ക് പ്രശ്നമില്ല. പക്ഷേ പുറത്തോട്ട്, നമ്മുടെ വാഹനത്തിൻ്റെ പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള അലോയ് വീലുകൾ, ടയറുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. അത്തരത്തിലുള്ള വാഹനങ്ങളാണ് എന്നുണ്ടെങ്കിൽ പരമാവധി സ്റ്റോക്ക് വീലിൽ തന്നെ കൊണ്ടുപോയി റീടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ വരുത്താറുണ്ട്. അത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തിയ വാഹനവും ഈ പറയുന്ന പോലെ റീടെസ്റ്റ് ചെയ്ത് തരുന്നതല്ലായിരിക്കും. പിന്നെ മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ വാഹനം റിന്യൂവൽ പുതുക്കുന്ന സമയത്ത് കമ്പനിയിൽ നിന്നും, ഷോറൂമിൽ നിന്നും എങ്ങനെയാണോ നമ്മൾ വാഹനം പർച്ചേസ് ചെയ്യുന്നത് ആ രീതിയിലായിരിക്കണം നമ്മൾ വാഹനം അവിടെ ഹാജരാക്കേണ്ടത്. അതായത് റീടെസ്റ്റ് ചെയ്യാനായിട്ട്, റിന്യൂവൽ പുതുക്കാനായിട്ട് നമ്മൾ ഹാജരാക്കേണ്ടത്. പിന്നെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയറിലും കുറേ മാറ്റങ്ങൾ നമ്മൾ വരുത്താറുണ്ട്. മോഡിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ മാറ്റങ്ങൾ വരുത്താറുണ്ട്. അത്തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയറിൽ വലിയ പ്രശ്നമൊന്നുമില്ല. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റങ്ങൾ വരുത്താറുള്ളതാണ്. അതൊന്നും യാതൊരു പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ ഡാഷ് ക്യാം ഇപ്പോൾ ഉള്ള എല്ലാ വാഹനങ്ങളിലും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്.
അപ്പോൾ അതൊന്നും യാതൊരു പ്രശ്നമില്ല. അതൊരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. അതുകൊണ്ടൊന്നും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡാഷ് ക്യാം ഒക്കെ നമുക്ക് വെച്ച് കൊണ്ടുപോയാലും നമുക്ക് റീടെസ്റ്റ് ചെയ്ത് തരുന്നുണ്ട്. പക്ഷേ ഈ ഗിയർ നോബുകൾ, ഒരുപാട് തരത്തിലുള്ള ക്രിസ്റ്റൽ ഗിയർ നോബുകൾ ഇപ്പോൾ മോഡിഫിക്കേഷൻ്റെ ഭാഗമായി ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഗിയർ നോബുകളൊക്കെ വാങ്ങിച്ച് വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പം റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇൻറ്റീരിയറിൽ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇതറിയാത്ത ഒരുപാട് ആളുകൾ, എനിക്ക് പേഴ്സണലി അറിയാവുന്ന 2-3 പേര് ഇങ്ങനെ വണ്ടി കൊണ്ടുപോയി റീടെസ്റ്റ് ചെയ്യാതെ റിജക്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. നമ്മൾ റീടെസ്റ്റ് ചെയ്യാൻ റിന്യൂവൽ പുതുക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി റീടെസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ അറിയാത്തവർക്കായിട്ട് ഒരു കാര്യം ഞാൻ പറയാം. നമ്മളിപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിച്ചു, ഇപ്പോൾ ഒരു 3 വർഷം അല്ലെ 5 വർഷം പേപ്പർ നിൽക്കാൻ നിങ്ങളൊരു വാഹനം വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. ഇപ്പം ആ വാഹനത്തിന് റീടെസ്റ്റ് ആകുന്ന സമയത്ത്, വീണ്ടും റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 5 വർഷത്തേക്കാണ്, അതായത് 15 വർഷം കഴിഞ്ഞ വണ്ടി റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ അങ്ങോട്ടുള്ള 5 വർഷ കാലാവധിക്കാണ് നമുക്ക് റിന്യൂവൽ പുതുക്കി തരുന്നത്. ഈ 5 വർഷം കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും 5 വർഷത്തേക്കാണ് നമുക്ക് കാലാവധി പുതുക്കി തരുന്നത്. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് അവർ റിന്യൂവൽ പുതുക്കി തരുന്നത്. അപ്പം നല്ല കണ്ടീഷനിലുള്ള വാഹനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പണിഞ്ഞ് നന്നാക്കിയതിന് ശേഷം റീടെസ്റ്റിനായിട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് അറിയാത്ത ഒരുപാട് ആളുകൾ കാണും, അവർക്ക് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റിൽ കൂടി അറിയിക്കണം. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം.